മാത്സ് ആസ്പിരൻസ് ഗ്രൂപ്പ്സ് കേരളത്തിലെ അവസാന വർഷ BSc വിദ്യാർത്ഥികൾ ജാം പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹർഷ ഗോപാലകൃഷ്ണനാണ്. ഹർഷ ഇപ്പോൾ IIT തിരുപ്പതിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർച്ച് സ്കോളറാണ്. ഹർഷ MSc കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് MSc പഠിച്ചത്. അതിനു മുന്നേ ഡിഗ്രി കണ്ണൂർ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്തിൽ അവിടെ നിന്നാണ് BSc പഠിച്ചത്. അതിനുശേഷം UGC CSIR നെറ്റ് ക്വാളിഫൈ ചെയ്തു, ഗേറ്റ് ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ഇപ്പോൾ IIT തിരുപ്പതിയിൽ ഫ്രാക്ടൽസിലാണ് PhD ചെയ്യുന്നത്. അപ്പം ഹർഷ കഴിഞ്ഞ വർഷവും നമ്മുടെ കൂടെ വന്ന് കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തതായിരുന്നു. കഴിഞ്ഞ വർഷം ഹർഷ ഗ്രൂപ്പ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെക്കോർഡിങ് നമ്മുടെ ബിജുമോൻ സാറുടെ ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. ആ പോർഷൻ പഠിക്കുന്ന സമയത്ത് അത് നോക്കിയാൽ കുറേ പ്രോബ്ലംസ് അന്ന് ഹർഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഹർഷ വേറൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെട്രിക്സ് ആൾജിബ്ര എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഏതായാലും ഞാൻ ഹർഷയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹർഷ എന്നോടൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം നമ്മളിങ്ങനെ ഓരോ പരിപാടി വിളിക്കുന്ന സമയത്ത് ഹർഷ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു സഹകരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മുടെ പരിപാടി പൊതുവേ ഇത്തവണയാണ് നമ്മൾ കേരളത്തിലെ കുട്ടികളെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞ വർഷം നമ്മൾ ലോക്ക്ഡൗണും ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യ ഒട്ടാകെ തന്നെ നമ്മുടെ കുറേ കുട്ടികൾക്ക് നമ്മുടെ പരിപാടികളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പം മാത്ത് ആസ്പിരൻസിൻ്റെ പേരിൽ ഞാൻ ഹർഷയോടുള്ള നന്ദി അറിയിക്കുന്നു. ഹർഷ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ വരുന്ന സമയം ഇതൊരു നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ക്ലാസ്സും നിങ്ങളത് കേട്ടിരിക്കുന്ന കുട്ടികൾ എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ടതില്ല. ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഹർഷയുടെ അടുത്ത് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട്സ് എ മെട്രിക്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ അറേ ഓഫ് സ്കാലേഴ്സ് ആണ്. ഈ സ്കാലേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫീൽഡിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഒരു മെട്രിക്സ് A എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും സ്കാലേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഹിയർ in this matrix A, we have m rows and n columns. So we will call this as an m by n matrix. Okay. ഈ Aij എന്നുള്ളതൊക്കെ ഫീൽഡിലുള്ള എലമെന്റ്സ് ആണ്. Now, what is the transpose of the metric A? A transpose എന്ന് പറയുന്നത് റോസ് ഒക്കെ കോളംസ് ആയിട്ട് എഴുതുന്നതാണ് A transpose, അല്ലെങ്കിൽ കോളംസ് ഒക്കെ റോസ് ആയിട്ട് എഴുതുന്നത്. ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് A11 to A1n എന്നുള്ള എലമെന്റ്സ് ആണ്. അതിനെ കോളംസ് ആയിട്ട് A11 to A1n ആയിട്ട് എഴുതുന്നു. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആവുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവുന്നു. സോ വി വിൽ ഒബ്റ്റെയിൻ എ n by m മെട്രിക്സ്. അതായത് A m by n ആണെങ്കിൽ A ട്രാൻസ്പോസ് n by m മെട്രിക്സ് ആയിരിക്കും. ഇനി ട്രാൻസ്പോസ് എന്താണെന്ന് പറഞ്ഞു. അടുത്തത് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A എന്നുള്ള മെട്രിക്സ് നമുക്ക് ഉണ്ടെങ്കിൽ A കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അതിലെ ഈച്ച് എലമെന്റ്സിന്റെ കോൺജുഗേറ്റ് നമ്മൾ എടുക്കുന്നു. Aij കോൺജുഗേറ്റ്, അതിനെയാണ് A കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഈ A കോൺജുഗേറ്റ് ട്രാൻസ്പോസിനെയാണ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് A എന്ന് പറയുന്നത്. അതിനെ AH അല്ലെങ്കിൽ A സ്റ്റാർ എന്നൊക്കെ വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈ സ്ക്വയർ മെട്രിക്സസ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, യൂഷ്വലി നമുക്കൊരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു m റോസും n കോളംസും ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് m ഈക്വൽ ടു n, then we call that matrix is a square matrix. Here we can see the rows are n and the columns are n, that is n number of columns and rows. So yeah, next one is a square matrix. എല്ലാ സ്ക്വയർ മെട്രിക്സും ഇൻവേർട്ടിബിൾ ആവണമെന്നില്ല. ഒരു സ്ക്വയർ മെട്രിക്സ് n by n സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ
നമുക്ക് ഒരു n/n മെട്രിക്സ് ബി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് AB ഈക്വൽസ് BA ഈക്വൽസ് ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി എന്താണ്? n/n മെട്രിക്സ് ആണ്. ഓക്കെ. In such a case, we will call that B as the inverse of A and denote A inverse equal to B. If such a condition is satisfied, we call A is invertible. Now, determinant of A എന്ന് പറയുന്നത് n/n matrix. For any n/n matrix, we know how to find the determinant. At least you may know that for a 2x2 matrix or 3x3 matrix, നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കാണാൻ അറിയാം. എനിവേ നമ്മൾ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെന്ന് കിട്ടുകയാണെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആയിരിക്കും. കോൺവേഴ്സ്ലി എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കും. ഇനിയുള്ളത് ട്രേസ് ആണ്. എ ഒരു സ്ക്വയർ മെട്രിക്സ്, അതായത് ട്രേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സസ്. സ്ക്വയർ മെട്രിക്സിൽ നിന്നും നമ്മളുടെ ഫീൽഡ്, അതായത് മെട്രിക്സ് ഒരു ഫീൽഡിലാണ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ട്രേസ്. എങ്ങനെയാണ് ട്രേസ് ഡിഫൈൻ ചെയ്യുന്നത്? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് സം ഓഫ് ദ ഡയഗണൽ എൻട്രീസ്. ഒരു മെട്രിക്സ് ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുത്തു. എന്താണ് ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത്? ഈ ഡയഗണൽ പാർട്ടിൽ വരുന്ന A11, A12 എക്സെട്ര അപ് ടു ദിസ് A11, ഇതിനെയാണ് ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യൂഷ്വലി ഡയഗണൽ ഓഫ് എ എന്ന് എഴുതാറുണ്ട്. ദറ്റ് ഈസ് ഡയഗണൽ ഓഫ് എ എന്ന് പറയുന്നത് A11 എക്സെട്ര ANN എന്ന് എഴുതാറുണ്ട്. If we are taking the sum of these n entries, then we will call it as trace. Okay, yeah. Clear അല്ലേ ഇതുവരെയുള്ളതൊക്കെ? Yes, ma'am. നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് എ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ ട്രാൻസ്പോസും കൺസിഡർ ചെയ്യുന്നു. We can easily see that in both cases the diagonal elements remains unchanged. നമ്മൾ റോസ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താലും ഡയഗണൽ എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സും അൺആൾട്ടേർഡ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് എപ്പോഴും ട്രേസ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇനിയുള്ളത് ട്രേസ് എന്ന് പറയുന്നത് ഇൻവേരിയന്റ് അണ്ടർ സൈക്ലിക് പെർമ്യൂട്ടേഷൻ. എന്താ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് രണ്ട് മെട്രിക്സ് എ ബി ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് എ ബി എന്ന് പറയുന്നതും ട്രേസ് ഓഫ് ബി എന്ന് പറയുന്നതും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 3 മെട്രിക്സ് എ ബി സി, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ട്രേസ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് നമ്മൾ ഈ എ ബി സിനെ സൈക്ലിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബി സി എ ആൻഡ് സി എ ബി. ഈ 3 കേസിലും ട്രേസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇത് എപ്പോഴും ഇഫ് ഐ എം ടേക്കിംഗ് എ സി ബി, ഇത് ഞാനൊരു സൈക്ലിക് പെർമ്യൂട്ടേഷൻ ആയിട്ടല്ല എടുക്കുന്നത്. ജസ്റ്റ് സിയും ബിയും ഇന്റർചേഞ്ച് ചെയ്തു, എ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇങ്ങനെ ഒരു കേസിൽ ഞാൻ ട്രേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഇതിനോട് ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ. ഇനി നമുക്ക് സ്ക്വയർ മെട്രിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് ഒന്ന് നോക്കാം. എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഡയഗണൽ മെട്രിക്സ് നമുക്കിപ്പോൾ ഒരു n/n മെട്രിക്സ് ഉണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്, ദ പോസിബിൾ നോൺ സീറോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് മാത്രമാണ്. അതായത് ഇവിടെയുള്ള എല്ലാ എൻട്രീസും, ഈ ബിഗ് സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ്, ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ്. ഇങ്ങനെയുള്ള കേസിലാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഡയഗണൽ എലമെന്റ്സ് എന്തും ആവാം, സീറോ ആവാം, നോൺ സീറോ ആവാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ, നമ്മുടെ ബേസിക് എക്സാമ്പിൾ പറയുന്ന ഐഡന്റിറ്റി തന്നെയാണ്. എന്താണ് ഐഡന്റിറ്റി? ഡയഗണലിൽ ഒക്കെ 1 ആണ്, ഓൾ അതേഴ്സ് ആർ 0. ആൻഡ് സീറോ മെട്രിക്സ് ആൻഡ് കെ ഈസ് ദ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദ ഐഡന്റിറ്റി. ഇതൊക്കെ ഡയഗണൽ മെട്രിക്സ് ആണ്. അടുത്തുള്ളത് ട്രയാങ്കുലാർ മെട്രിക്സ്. ട്രയാങ്കുലാർ മെട്രിക്സ് 2 ടൈപ്പ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലാറും ലോവർ ട്രയാങ്കുലാറും. ഇതേതാണ്? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, ഇത് ലോവർ ആണ്. എന്താണ് അപ്പർ ട്രയാങ്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോസിബിൾ ആയിട്ട് നോൺ സീറോ വരാൻ സാധ്യത ഈ ഡയഗണൽ പാർട്ടും അപ്പർ പാർട്ടിലും മാത്രമാണ്. അതായത് ലോവർ പാർട്ടും മുഴുവൻ സീറോ ആയിരിക്കും. അതായത് മെയിൻ ഡയഗണലിന്റെ ലോവർ പാർട്ട് സീറോ ആണെങ്കിൽ അപ്പർ ഡയഗണൽ എന്ന് പറയും. അതുപോലെ മെയിൻ ഡയഗണലിന്റെ അപ്പർ പാർട്ട് സീറോ ആണെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലാർ എന്നും പറയുന്നു. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും സോൾവ് ചെയ്ത് നോക്കിയിരുന്നോ?
Hello, are you able to hear me? ഹലോ, ആരെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്തോ ആതിര എന്തോ പറഞ്ഞു, കേട്ടില്ല. ആതിര ഒന്നുകൂടി വെച്ചിട്ട് പറഞ്ഞോളൂ. സി ആണോ? സി തന്നെ ആൻസർ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നോ? അത് m⁻n എടുക്കുന്ന സമയത്ത് 1/2 1/4 ഫസ്റ്റ് A11 എന്നുള്ളത് ജോമെട്രിക് സീരീസിന്റെ ലാസ്റ്റ് ടേം ആയി വരുമ്പോൾ 0 ആയിട്ട് വരും. സെന്റൻസ് മറ്റേത് 1/4 + 1/8 അങ്ങനെ സംഭവം വരും. അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പവേഴ്സ് കാണുന്നത് വലിയ വിഷമല്ല. m⁻n കാണുന്നത് ഒരു വിഷമല്ല. അതായത് ഒരു 2-3 പവേഴ്സ് കാണുമ്പോൾ ബാക്കിയുള്ള ടേംസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കൊരു m² m³ ഈസിലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ m ആണെങ്കിൽ what will be m²? m² എന്ന് പറഞ്ഞാൽ 1/2 × 1/2 plus 1/4 × 0. First entry will be 1/2². And the second entry will be 1/2 × 1/4 plus 1/4 × 1. And the third one will be 0. Always ഈ എലമെന്റ്, അതായത് 2th എലമെന്റ് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ ഫോർത്ത് എലമെന്റ്സ് എന്തായിരിക്കും? എലമെന്റ് 0 × 1/4 plus 1 × 1. ഇതാണ് m². ഇതേപോലെ m³ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഈ രണ്ട് m² m³ നിന്ന് തന്നെ എന്ത് പാറ്റേൺ ആണ് m⁻n വരുന്നതെന്ന് നമുക്ക് ഈസിലി കാണാൻ പറ്റും. എന്തായിരിക്കും m⁻n വരിക? ഇവിടെ 1/2n വരും. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇവിടെ എന്താണ്? 1/4 ഔട്ട്സൈഡ് എടുത്താൽ 1 + 1/2 വരും. ഇവിടെ 1/4 ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 1 + 1/2 + 1/2² വരും. സോ നമുക്ക് ജനറലി nth ടേം എന്ത് കിട്ടുന്നു? m⁻n എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1/2n, ഹിയർ 1/4 × 1 + 1/2 + etc. 1/2n. നമുക്ക് ചെയ്യേണ്ടത് m⁻nx എങ്ങോട്ടേക്ക് പോകുന്നു എന്നാ. അപ്പോൾ x തന്നിട്ടുണ്ട് 3, 4 എന്നുള്ളത്. അപ്പോൾ നമ്മൾ m⁻n × x എന്താണെന്ന് നോക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? 3/2n. ദിസ് 4 will be cancelled. 1 + 1/2 + etc. 1/2n വരും. താഴെയുള്ള എലമെന്റ് എന്താ വരിക? 0 × 3 1 × 4 വരും. അപ്പോൾ 4 മാത്രമേ വരുള്ളൂ. ഇതായിരിക്കും m⁻n × x വരിക. സോ ഇത് എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യുന്നു? ഇവിടെ 3/2n ആണ്. ഈ 2n എങ്ങോട്ടേക്കാ പോവുക? മീൻസ് 1/2n എന്നുള്ളത് 0യിലേക്ക് പോകുന്നു. ഇതെന്താണ്? അസെൻഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇത് ജിയോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ ഇത് പോവുക 1/1 - 1/2ലേക്ക് പോകും. ദാറ്റ്സ് ഈക്വൽ ടു 2ലേക്ക് പോകും. ഈ 4/4 തന്നെ പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 2, 4 എന്നുള്ള മെട്രിക്സ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ ആൻസർ സി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിറ്റർമിനന്റ് കാണുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നമുക്കതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു n/n മെട്രിക്സ് എ എടുക്കുന്നു. ദെൻ എന്റെ എ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് വിൽ ബി ഓൾവേസ് സെയിം. നൗ ഇഫ് എ ഈസ് ഡയഗണൽ ഓർ ട്രയാങ്കുലർ, ദെൻ we can see determinant of A as the product of the diagonal elements. അതായത് ഒരു ഡയഗണൽ അല്ലെങ്കിൽ ട്രയാങ്കുലർ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എലമെന്റ്സ്. മീൻസ് അതർവൈസ് ഇവിടെ 0 ആയിരിക്കും, ഇവിടെ നോൺ 0, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ ഡയഗണലിന്റെ പ്രൊഡക്റ്റ് മാത്രം എടുത്താൽ മതി ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ × ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. പിന്നെ എ ഒരു n/n മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് ഓഫ് കെ എന്ന് പറയുന്നത് k⁻n. ദാറ്റ് മീൻസ് n റോസ് ഉണ്ട്. ആ n റോസിൽ നിന്നും k ഔട്ട്സൈഡ് എടുക്കുന്നു. സോ k⁻n × ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് വരിക. അതായത് ഒരു റോയിൽ മാത്രമാണ് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ആയിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്, സം റോസ്. സോ ഹിയർ നമ്മൾ k ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ k × ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് കണ്ടാൽ മതി. ഇവിടെ k എന്ന് പറയുന്നത് എല്ലാ റോസും മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് k⁻n വരുന്നത്. ഇനി എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ 0 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഹിയർ ഇത് ഡിഫൈൻഡ് ആണ്, കാരണം ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ 0 ആണെന്നുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എം എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള 5/5 മെട്രിക്സ് ആണ്. ഇതിനുള്ള പോസിബിൾ എൻട്രീസ് എന്ന് പറയുന്നത് എയ്തർ 0 or 1 ആണ്. നമുക്ക് എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സീറോസിൻ്റെയും നമ്പർ ഓഫ് 1ൻ്റെയും ഡിഫറൻസ്, അതിൻ്റെ മിനിമം വാല്യൂ എത്രയായിരിക്കും എന്നാണ് കാണേണ്ടത്. സോ നമുക്ക് ഇൻവേർട്ടിബിലിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ പോലെയായിട്ട് ഒരു ട്രയാങ്കുലാർ മെട്രിക്സ് എടുക്കുന്നു. ട്രയാങ്കുലാർ മെട്രിക്സിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയഗണൽ പോർഷൻ മുഴുവനായിട്ട് 1 എടുക്കുന്നു. ഇവിടെ എന്തായിരിക്കും ഡിറ്റർമിനന്റ്? നേരത്തെ പറഞ്ഞ പോലെ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. അവിടെ ഡിറ്റർമിനന്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടും. സോ ഈ ലോവർ പാർട്ട് മുഴുവനായി 0 ആയിട്ട് എടുക്കുന്നു. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വാല്യൂ 1ൻ്റെയും 0ൻ്റെയും നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് മിനിമം ആവണം. അതനുസരിച്ച് ഇവിടെ ഇപ്പോൾ എനിക്കുള്ളത് 5 1 ആണുള്ളത്. ഇവിടെ 4 + 3 + 2 + 1 zeros ഉണ്ട്. അതായത് 5 1s 10 zeros ഉണ്ട്. ഈ അപ്പർ പാർട്ട് വെച്ച് ഞാൻ ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള ഇവിടെയൊക്കെ ഞാൻ 1 വെച്ച് കൊടുക്കുന്നു. ഇവിടെ എന്ത് എൻട്രി വെച്ച് കൊടുത്താലും എൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ 1 വേണമെങ്കിലും 0 വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതായത് ഈ 1ഉം 0യും തമ്മിലുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് മിനിമം ആവുന്ന തരത്തിൽ ഞാൻ 1 പ്ലേസ് ചെയ്തു. അതായത് 7 1s 3 zeros പ്ലേസ് ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടല് കിട്ടുന്ന 1s എത്രയാ? 12 1s 11 zeros എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസ് നമ്പർ ഓഫ് 1s മൈനസ് നമ്പർ ഓഫ് സീറോസ്, ഇതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഓക്കെ. ഇത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്നിരിക്കുന്നത് ഒരു എം മെട്രിക്സ് ആണ്. അതിന്റെ 8i - m-ന്റെ ക്യൂബ്, അതിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ്. ഓക്കെ, നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട്. ഹർഷ, കുറച്ച് പേര് ആൻസർ ചാറ്റ് ബോക്സിൽ അടിച്ചിട്ടുണ്ട് -216 എന്ന്. ഓക്കെ, -216 തന്നെ. എങ്ങനെ ചെയ്തത്? യൂഷ്വലി 8i - m ചെയ്തു. ഓക്കെ ഓക്കെ, പിന്നെ ക്യൂബ് ചെയ്ത ഡിറ്റർമിനന്റ് കണ്ടിട്ട്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്നുള്ളത് നമുക്ക് എന്തറിയാം? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണെന്ന് അറിയാം. സോ ഇവിടെ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 8i - m ക്യൂബ് ആണ്. സോ വി ക്യാൻ സേ ഡിറ്റർമിനന്റ് ഓഫ് 8i - m ഹോൾ ക്യൂബ് എന്ന് ഇതിന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? 8i - m-ന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. സോ ഓക്കെ, ലെറ്റ് us see what is 8i - m. 8i - m നമുക്ക് ചെയ്യാൻ അറിയാം. 8 × ഐഡന്റിറ്റി മൈനസ് m, ദറ്റ്സ് ദി യൂഷ്വൽ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ 8i - m കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഡിറ്റർമിനന്റും അതുപോലെ ഇവിടെ തന്നെ ഒരുപാട് എലമെന്റ്സ് സീറോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നതും ഈസി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, വാട്ട് വിൽ ബി ദ ഡിറ്റർമിനന്റ്? -1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് 1 -2 -1 0 -3 -6 0 5 8. ഇതെന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽസ് -1 ഇൻറ്റു 1 ഇൻറ്റു -3 ഇൻറ്റു 8 -6 ഇൻറ്റു 5. ഓക്കെ, സോ ദ വാല്യൂ വിൽ ബി -6. സോ -6 എന്ന് പറയുന്നത്, സോറി, ഇത് ക്യൂബ് അല്ല കേട്ടോ, 8i - m-ന്റെ വാല്യൂ ആണ് -6 എന്ന് പറയുന്നത്. സോ അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് -216 കിട്ടുന്നു. Now, determinant of the
മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാനാണുള്ളത്. അതിനു മുന്നേ ഒരു ഡിറ്റർമിനന്റ്, ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ, എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എയിനെ നമ്മൾ ചില റോ ഓപ്പറേഷൻസ് നടത്തിയാലും അതിന്റെ ഡിറ്റർമിനന്റ് ചേഞ്ച് ചെയ്യില്ല. അതായത് രണ്ട്, ഇപ്പോൾ RI + RJ ഉള്ള റോ, അതായത് RI ചേഞ്ചസ് ടു RI + RJ ആണോ അല്ലെങ്കിൽ RI ചേഞ്ചസ് ടു RI + KRJ ഒക്കെ ചെയ്താലും ഡിറ്റർമിനന്റ് ഓഫ് എ റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടിയോർക്കെങ്കിലും? 2021. യെസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് റോ അതുപോലെ വെച്ചു, സെക്കൻഡ് റോ ഇവിടെ second row is R2. This R2 is changed to R2 minus R1 and R3 is changed to R3 minus R1, R4 to R4 minus R1. So what we obtain is, ഇവിടെ നിന്ന് ഈ ഓപ്പറേഷൻസ്, ഈ 3 ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. സോ ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുക വേണ്ടു. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് the same as this determinant. So it will be 2021 into determinant of this one. Okay, ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഇത് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഡയഗണൽ എൻട്രീസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. സോ 2021 into 1. So answer will be 2021. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും? 17. Yes, 17. Okay. ആരെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നോ? ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് mn എന്ന് പറയുന്നത് E2 വെച്ചിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തത് ഡിറ്റർമിനന്റ് ഓഫ് mn is equal to നമുക്ക് 16 കിട്ടും, 16. അപ്പൊ നമ്മള് ഡിറ്റർമിനന്റ് ഓഫ് mn എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് m ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് n എന്ന് കൊടുത്തിട്ട് പോസിബിൾ ആയിട്ട് 16 പോസിബിൾ ആയിട്ട് വരുന്ന കോമ്പിനേഷൻസിൽ മാക്സിമം വരുന്ന വാല്യൂസ് കിട്ടും. ഓക്കെ, ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായോ? എനിവേ, ഡിറ്റർമിനന്റ് ഓഫ് mn എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് m ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് n ആണ്. ഡിറ്റർമിനന്റ് ഓഫ് mn എന്താ? ഇതെന്താണ്? ഇത് ആക്ച്വലി m എന്ന് പറഞ്ഞാൽ 2 ഉള്ളിലേക്ക് എടുത്താൽ ഇവിടെയൊക്കെ 1ന്റെ പ്ലേസിലൊക്കെ 2 വരുന്നു. സോ ദിസ് ഈസ് എ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഈ 2 മൾട്ടിപ്ലൈ എന്നാണ്, ഈ 4 2s മൾട്ടിപ്ലൈ എന്നാണ്. Then we will obtain 16 as the determinant. So determinant of m plus determinant of n എന്ന് പറയുന്നത് determinant of m into determinant of n 16 ആണെന്ന് അറിയാം. സോ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 1 into 16 ആണെങ്കിൽ ഈക്വൽ ടു 16 ആണ്. സോ മാക്സിമം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1ഉം 16ഉം വരാനാണ്. സോ 1 plus 16 എന്ന് പറയുന്ന 17 ആണ് ഡിറ്റർമിനന്റ് ഓഫ് m പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് n ഉള്ള മാക്സിമം പോസിബിലിറ്റി. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് കാണാം. ഇവിടെ ഞാൻ റിയൽ സ്ക്വയർ മെട്രിക്സസ് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഇതൊക്കെ കോംപ്ലക്സിലും വാലിഡ് ആണ് ഈ നെയിംസ് ഒക്കെ. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രിക് ഒക്കെ റിയലിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിനെ സിമ്മട്രിക് എന്ന് പറയുന്നത് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, ഓൾറെഡി പറഞ്ഞു എ ട്രാൻസ്പോസ് എന്താണെന്ന്. ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ then we will call it as a symmetric matrix. Then what is skew symmetric matrix? If A transpose equals minus A, then it is a skew symmetric matrix. So then orthogonal matrix. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ദിസ് കണ്ടീഷൻ. ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്, then we call A as the orthogonal matrix. In this case, what will be A transpose into A? That means A transpose into A means A transpose into A inverse. Sorry, A into A inverse. That means it will be identity. അതായത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആവുന്നു. അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ആണെങ്കിൽ അതിനെ നമ്മൾ ഓർത്തോഗോണൽ മെട്രിക്സ് എന്ന് പറയുന്നു. നോർമൽ മെട്രിക്സ്.
നോർമൽ മെട്രിക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആണെങ്കിൽ, ഹിയർ ഈക്വൽ ടു ഐഡന്റിറ്റി എന്നുള്ള കണ്ടീഷൻ ഇല്ല. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എ ഒരു റിയൽ മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ നോർമൽ എന്ന് പറയുന്നു. ഇനി ഈ 4 കൺസെപ്റ്റിന് അനലോഗസ് ആയിട്ട് കോംപ്ലക്സിൽ നമുക്ക് 4 പേരുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് എ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എ ആവുമ്പോൾ എന്താണിത്? എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. അതായത് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിലാണ് ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ക്യൂ ഹെർമീഷ്യൻ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആവുമ്പോഴായിരിക്കും സ്ക്യൂ ഹെർമീഷ്യൻ വരുന്നത്. ഇത് നമ്മളുടെ സിമ്മട്രിക്കിനും സ്ക്യൂ സിമ്മട്രിക്കിനും അനലോഗസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇൻ എ റിയൽ കേസിൽ ഇതിപ്പോ കോംപ്ലക്സിൽ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ റിയൽ കേസിലുള്ള ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് സിമ്മട്രിക് ആയിരിക്കും, സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. അടുത്തത് യൂണിറ്ററി മെട്രിക്സ്. ഇത് അവിടെ ഓർത്തോഗോണലിന് അനലോഗസ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെങ്കിലാണ് നമ്മൾ ഇതിനെ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഇക്വലന്റ് ആസ് എ എച്ച് ഈക്വൽ ടു എ എച്ച് എ ഈക്വൽ ടു ഐഡന്റിറ്റി. ദാറ്റ് മീൻസ് എ എച്ച് എന്ന് പറയുന്നത് എന്റെ ഇൻവേഴ്സ് ആണ്. നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് നോർമൽ. നോർമൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു റിയൽ കേസിൽ നോർമലി എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ ആണ്. ഇവിടെ നോർമൽ എന്ന് പറയുന്നത് എ എച്ച് എന്ന് പറയുന്നത് എ എച്ച് എ ആണെങ്കിലാണ് നോർമൽ എന്ന് പറയുന്നത്. സോ ഇനി ഒരു 2-3 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സും കൂടി നോക്കാം. ഇതിപ്പോ നല്ല യൂസ്ഫുൾ ആവുക. കുറച്ച് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് അതൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള മെട്രിക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഈക്വൽ ടു എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവല്യൂട്ടറി മെട്രിക്സ്. ഈ എ സ്ക്വയർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി, ഇവിടെയൊക്കെ എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ് കേട്ടോ. എ സ്ക്വയർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണെങ്കിലാണ് അതിനെ ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നിൽപോട്ടന്റ്. ഇഫ് എ ഈസ് എൻ n/n മെട്രിക്സ്, then if we can find a natural number k in n such that a power k equal to 0, then we call this A as a nilpotent matrix. ഇങ്ങനെ കാണുന്ന a power k equal to 0 ആവുന്ന k-നെയാണ് ഓർഡർ ഓഫ് നിൽപൊട്ടൻസി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ഓർഡർ ഓഫ് നിൽപൊട്ടൻസി k എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. അതായത് ഇഫ് നമുക്കൊരു k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n വിത്ത് a പവർ k ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ k1 ലെസ് ദാൻ n സച്ച് ദാറ്റ് a പവർ k1 ഈക്വൽ 0. അതായത് എപ്പോഴും എന്നിനേക്കാളും, അതായത് നിൽപൊട്ടന്റ് ആണെങ്കിൽ എപ്പോഴും എന്നിനേക്കാളും ചെറിയ ഒരു k സച്ച് ദാറ്റ് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Let's go to this question. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബി. ഓക്കെ, ബി. ഈ യൂഷ്വലി നമ്മളെ ഒബ്ജക്റ്റീവ് എക്സാംസിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തത്, എലിമിനേറ്റ് ചെയ്തിട്ട്? അല്ല, എലിമിനേറ്റ് ചെയ്യല്ല ചെയ്തത്. ഓക്കെ, ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇവിടെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് എടുത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം എടുത്തത്. ഇവിടെ n എന്നുള്ളത് 1 ആയിട്ട് എടുത്തു. സോ 2n എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് കിട്ടും. ഇവിടെ x11, x12, x21, x22 എന്നുള്ളത് 1 0 0 1 ഒരു 2/2 മെട്രിക്സ് ആയി എടുക്കുന്നു. ഇവിടുത്തെ a എന്ന് പറയുന്നത് സിംഗിൾ 1, അതായത് 1/1 മെട്രിക്സും c എന്ന് പറയുന്നത് 0യും. എന്തൊക്കെയാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്നത് ഒരു n/n ഇൻവേർട്ടിബിൾ. ഹിയർ ഐ എം ടേക്കിംഗ് 1/1. സോ ഇൻവേർട്ടിബിൾ മെട്രിക്സ്, ഓഫ് കോഴ്സ് ഇത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സി എന്ന് പറയുന്നത് ഒരു n/n നിൽപൊട്ടന്റ്. ഹിയർ ഐ എം ടേക്കിംഗ് 1/1. സോ ഇത് 0 മെട്രിക്സ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ നിൽപൊട്ടന്റ് മെട്രിക്സ്. Okay, then what will be our B? B is equal to A 0 0 C. That means 1 0 0 0. This is our B. And X ഏതെങ്കിലും ഒരു 2n/2n മെട്രിക്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്.
Okay, I am taking x as this x11, x12, x21, x22 as 1, 0, 0, 1. So I am getting the identity matrix. ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഏത് മെട്രിക്സുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കണ്ടീഷൻ കമ്മ്യൂട്ട്സ് വിത്ത് ദിസ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാ പറയുന്നത്, ഇതിൽ ഏതൊക്കെ x11, x21, x12, x22 ഇതിൽ ഏതൊക്കെ ആയിരിക്കണം സീറോ, നിർബന്ധമായും സീറോ മെട്രിക്സ് ആവേണ്ടത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇതിലിപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x11 x22 നോൺ സീറോ മെട്രിക്സ് ആയി കിട്ടി. സോ x11 x22 നെസസറിലി സീറോ എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ പിന്നെയുള്ളത് x11 ആൻഡ് x21 നെസസറിലി സീറോ ആണെന്ന്. പക്ഷെ x11 സീറോ ആവണമെന്നില്ല, നമുക്ക് ഓൾറെഡി കിട്ടി. സോ അത് എലിമിനേറ്റ് ചെയ്യാം. ഹിയർ ആൾസോ x22 സീറോ ആവണമെന്നില്ല. സോ വി ആർ എലിമിനേറ്റിംഗ് ദിസ് കണ്ടീഷൻ ആൾസോ. സോ നമുക്ക് 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി ആണ് ആൻസർ എന്ന് കിട്ടും. അതർവൈസ് ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് എക്സ് എന്നുള്ളതിന് മീൻസ് x11, x12, x21, x22 എന്നുള്ളത് ജസ്റ്റ് ഒരു എൻട്രീസ് ആയി കൺസിഡർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് x12, x21 സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നു. Now let us see what is the rank of a matrix. ഓൾറെഡി റാങ്ക് പഠിച്ചിട്ടുണ്ടാവും. എന്താ റാങ്ക്, ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ലാർജസ്റ്റ് സബ്സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ സച്ച് ദാറ്റ് ദ ലാർജസ്റ്റ് സബ്സ്ക്വയർ മെട്രിക്സ് ആസ് ഡിറ്റർമിനന്റ് നോൺ സീറോ. ഇപ്പോൾ ഓക്കെ, ഹിയർ എ എന്ന് പറയുന്നത്, ഓക്കെ ഡെഫിനിഷൻ മനസ്സിലായെങ്കിൽ എ എന്ന് പറയുന്നതിന്റെ ഓർഡർ എന്തായിരിക്കും? യെസ് 2. ഇവിടെ എന്താണ് 2/2 മെട്രിക്സ് ആണുള്ളത്. സോ ഫസ്റ്റ് വി ആർ കൺസിഡറിംഗ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് 2/2 മെട്രിക്സ്. ഇത് നോൺ സീറോ ആണെന്ന് കിട്ടും. പിന്നെ നമ്മൾ ലോവർ മെട്രിക്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് 2. ദെൻ ബി ആണെങ്കിലോ എന്തായിരിക്കും ഇവിടുത്തെ റാങ്ക്? 1. 2. ഓക്കെ 2. ഇവിടുന്ന് ലാസ്റ്റ് റോ ഓൾറെഡി സീറോ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനൊരിക്കലും ഈ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആവില്ല. സോ നമ്മൾ അടുത്ത കേസ് 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഇവിടെ തന്നെ ഒരു 2/2 മെട്രിക്സ് കാണാൻ പറ്റും. വെച്ച് ദാറ്റ് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, 1 ആണ് വരുന്നത്. സോ റാങ്ക് 2 ആയിരിക്കും. സിയിൽ ഏതാ വരുക? അഗൈൻ 2. ഓക്കെ, ഓക്കെ ഇതൊക്കെ ഈസിയാണ്. ഡിയില് 1. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ വെച്ച് ഒരു മെട്രിക്സിന്റെ ഏതൊരു എംബൈൻ മെട്രിക്സിന്റെ റാങ്ക് കാണാൻ. അല്ലാതെ നമ്മൾ യൂഷ്വലി കാൽക്കുലേഷൻസിൽ, അതായത് ഈ റാങ്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക. അതിന് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ പോസിബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. അതായത് സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എത്ര നോൺ സീറോ റോസ് അതിൽ അവൈലബിൾ ആണ് അതാണ് അതിന്റെ റാങ്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റോ റിഡ്യൂസ്ഡ് എക്കലോൺ മെട്രിക്സ് എന്താണെന്ന് നോക്കി വെക്കാം. ആക്ച്വലി ഇത് ഡെഫിനേഷനൊന്നും അധികം ആവശ്യമില്ല. എന്നാലും ഇപ്പം ഒരു എംബൈൻ മെട്രിക്സ് 6 എടുക്കുന്നു. അതിന് റോ റിഡ്യൂസ്ഡ് എക്കലോൺ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും സീറോ റോസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടിയിൽ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടക്കണം. അതായത് ഫസ്റ്റ് ഉള്ള അതൊക്കെ നോൺ സീറോ ആയിരിക്കണം, ലാസ്റ്റ് ഉള്ള റോസ് ആയിരിക്കണം സീറോ റോസ് ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളത് ഓരോ നോൺ സീറോ, ഫസ്റ്റ് ഉള്ള കുറെ നോൺ സീറോ റോസ് ഉണ്ടാവും. അതിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രീസ് ഒക്കെയും 1 ആയിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു if this is a non-zero row, first one is a non-zero row and I am getting this as 1, then ഈ 1ന് താഴെയുള്ള എല്ലാ എലമെന്റ്സും സീറോസ് ആയിരിക്കണം. ഇവിടെ ഉള്ളതൊക്കെ സീറോസ് ആയിരിക്കണം. അതുപോലെ ഇവിടെ സെക്കൻഡ് റോയിൽ എനിക്ക് ഇവിടെ 1 കിട്ടിയാൽ അതിന് താഴെയുള്ളതൊക്കെ സീറോസ് ആയിരിക്കണം.
ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നമുക്ക് ആദ്യത്തെ 6 എണ്ണം 1 to 6 റോസ് ആണ് നോൺ സീറോ റോസ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ നോൺ സീറോ എൻട്രി 1ന്റെ നോൺ സീറോ എൻട്രി K1th കോളത്തിലും സെക്കൻഡ് റോയിൻ്റെ നോൺ സീറോ എൻട്രി K2th കോളത്തിലും ആണെങ്കിൽ ഈ കണ്ടീഷൻ K1 ലെസ് ദാൻ K2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ KR എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പം ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ഐഡന്റിറ്റി എന്തായാലും ഒരു എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണ് നമുക്ക് പറയാം. അല്ലാതെ തന്നെ ഇപ്പോൾ 1 0 1 0 0 0 1 0 0 0 0 0 ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എക്കലോൺ ഫോമിൽ, അതായത് നമ്മൾ മാക്സിമം പോസിബിൾ ആയിട്ട് ആക്ച്വലി ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എക്കലോൺ ഫോമിലേക്ക്, അതായത് ഇവിടെയൊക്കെ 1 വരണമെന്നൊന്നും എൻഷുർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ റോ ഓപ്പറേഷൻസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. അതിനുശേഷം എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതായത് മാക്സിമം റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതായിരിക്കും അതിൻ്റെ റാങ്ക്. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അത് A1 ആവും, A2 ആവും, അങ്ങനെ ഫൈനലി നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ANലേക്ക് എത്തും. ഇവിടെ ഈ ചെയിനിലുള്ള ഏതൊരു AI എടുത്താലും ഇതിൻ്റെ ഒക്കെ റാങ്ക് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതായത് ഈ A തൊട്ട് AN വരെയുള്ള എല്ലാ മെട്രിക്സിൻ്റെ റാങ്ക് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോ റിഡക്ഷൻ ഒരു പ്രോബ്ലം അല്ല. മാത്രമല്ല റോ റിഡക്ഷൻ നമുക്ക് റാങ്ക് കാണാൻ ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. ഓക്കെ, ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. ഇപ്പോൾ ഒരു M/N മെട്രിക്സ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ A11 എന്നുള്ള എലമെന്റ്സിനെ ആക്ച്വലി A11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇതിനെ 1ലേക്ക് മാറ്റാൻ പറ്റും. അതനുസരിച്ച് ഈ എലമെന്റ്സ് ഒക്കെ മാറും. അതിനുശേഷം ഇതിലുള്ള ഈ താഴെയുള്ള എല്ലാ എലമെന്റ്സിനെയും 0 ആക്കി വെക്കും. പിന്നെ നമ്മൾ ചെയ്യുക A22നെ 1 ആക്കും, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം 0 ആക്കും. ഇപ്പോൾ A22 1 ആവുന്നില്ല, A22 0 ആണ് ആവുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? A22നെ താഴേക്ക് കൊണ്ടുപോയിട്ട് either A3യോ A4ഓ ഏതെങ്കിലും ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മൾ നോൺ സീറോ എലമെന്റ്സിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത് വെച്ചിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്യുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി റാങ്കിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒരു N/N മെട്രിക്സ് ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് കിട്ടും. അതായത് ലാർജസ്റ്റ് മെട്രിക്സ്, അതായത് ലാർജസ്റ്റ് ഓർഡർ ഉള്ളത് N തന്നെയാണ്. such that determinant is non-zero. So what we will obtain is rank of A is equal to N. നെക്സ്റ്റ് ആണ് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു M/N മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എമ്മിനേക്കാളും എന്നിനേക്കാളും, അതായത് മിനിമം ഓഫ് എമ്മിനേക്കാളും എന്നിനേക്കാളും ചെറുതോ ഈക്വലോ ആവാം. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം ആൻഡ് എൻ. അതായത് നമ്പർ ഓഫ് റോസ് എത്രയാണ്, നമ്പർ ഓഫ് കോളംസ് എത്രയാണ് നോക്കുന്നു, അതിന് രണ്ടിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും റാങ്ക് ഓഫ് എ. സോ ഓക്കെ, ഒരൊറ്റ ടൈപ്പ് മെട്രിക്സിന് മാത്രമേ 0 റാങ്ക് ഉള്ളൂ. അത് ഏത് മെട്രിക്സ് ആയിരിക്കും? സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ്. വേറെ ഏത് മെട്രിക്സ് എടുത്താലും നമുക്കൊരു നോൺ സീറോ എൻട്രി ഉണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് 1 ആയിരിക്കും അതിന്റെ റാങ്ക്. പക്ഷെ സീറോ മെട്രിക്സിന് 0 ആയിരിക്കും റാങ്ക്. ഇനി ഈ ഒരു ഇക്വേഷൻ ഇത് ഓക്കെ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇക്വേഷൻ ആണ്. അതായത് എ ഒരു N/M മെട്രിക്സും ബി എന്നത് പറയുന്നത് M/B മെട്രിക്സ് ആണെങ്കിൽ ദെൻ റാങ്ക് എ പ്ലസ് റാങ്ക് ബി മൈനസ് എം എന്ന് പറയും. എം എന്ന് പറയുന്നത് അതായത് ഈ കോമൺ ആയിട്ടുള്ള A N/M B M/P കോമൺ ആയിട്ടുള്ള എം ആണ് ദിസ് എം. ദെൻ റാങ്ക് എ പ്ലസ് റാങ്ക് ബി മൈനസ് എം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, ആൻഡ് റാങ്ക് ഓഫ് എ ബി വിൽ ബി ലെസ് ദാൻ മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ബി. അതായത് റാങ്കിനേക്കാളും ചെറുതായിരിക്കും റാങ്ക് ഓഫ് എ ബി, റാങ്ക് ബിനേക്കാളും ചെറുതായിരിക്കും റാങ്ക് ഓഫ് എ ബി. അടുത്ത കണ്ടീഷൻ, റാങ്ക് എന്ന് പറയുന്നത് സബ് അഡിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് റാങ്ക് ഓഫ് AH, അതായത് നമ്മൾ എന്ത് പറഞ്ഞു, കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. കോൺജുഗേറ്റ് ട്രാൻസ്പോസിന്റെ റാങ്ക്
എന്റെ റാങ്കും ഈക്വൽ ആയിരിക്കും. ഓൾസോ ദെയർ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ എച്ചും റാങ്ക് ഓഫ് എ എച്ച് എയും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഈ സിമിലർ കേസ് എ എന്ന് പറയുന്നത് നമ്മൾ റിയൽ മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ എച്ചിന് പകരം എ ട്രാൻസ്പോസ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എയും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി റാങ്ക് ഓഫ് എ എച്ച് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ എച്ച് എ ആണ്. പക്ഷെ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. ഏതെങ്കിലും രണ്ട് മെട്രിക്സ് എയും ബിയും എടുത്താൽ റാങ്ക് ഓഫ് എ ബി ആൻഡ് റാങ്ക് ഓഫ് ബി എ ഡിഡ് നോട്ട് ബി ഈക്വൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാനിത് തന്നിരിക്കുമ്പോൾ തെറ്റായിട്ടാണ് തന്നത്. എനിക്ക് തോന്നുന്നു ഞാനിത് 2 MBI എന്നാ തന്നാണ്. ഇത് എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തന്നിരിക്കുന്ന എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സ് ഉള്ളത് വിത്ത് എം ലെസ് ദാൻ എൻ ആണ്. പി എന്ന് പറയുന്നത് n/m ഓർഡറുള്ള ഒരു മെട്രിക്സും ക്യൂ എന്ന് പറയുന്നത് m/n ഓർഡറുള്ള മെട്രിക്സും ആണ്. ഇതിൽ ഏതൊക്കെയാണ് പോസിബിൾ ആവാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് പി ക്യൂ? പി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എന്ന് പറയുന്നത് n/m ഉം ക്യൂ m/n ഉം ആയിരിക്കും. സോ പി ക്യൂ വിൽ ബി ആൻ n/n മെട്രിക്സ് ആൻഡ് ക്യൂ പി വിൽ ബി ആൻ m/m മെട്രിക്സ്. എയും ഡിയും ഏതൊക്കെ? എ ആൻഡ് ഡി. ഓക്കെ, കറക്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു തന്നിട്ടുണ്ടായത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു റാങ്ക് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് പി ആൻഡ് റാങ്ക് ഓഫ് ക്യൂ ആയിരിക്കണം. അതുപോലെ റാങ്ക് ഓഫ് പി ആൻഡ് റാങ്ക് ഓഫ് ക്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മും ആയിരിക്കണം എന്നും ആയിരിക്കണം. സോ എം ആൻഡ് എന്നിൽ തന്നെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എം ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടണം? റാങ്ക് ഓഫ് പി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മും ആയിരിക്കണം. സെയിം റാങ്ക് ഓഫ് ക്യൂ എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. ആൻഡ് റാങ്ക് ഓഫ് പി ക്യൂ should be less than this rank of P. So what we will obtain? Rank of P ക്ക് പോസിബിൾ ആയിട്ട് m വരെ മാത്രമേ പോകാൻ പറ്റൂ. മീൻസ് n is strictly greater than m. അതുകൊണ്ട് തന്നെ n ഒരിക്കലും പോസിബിൾ അല്ല. റാങ്ക് ഓഫ് പി ക്യൂ n ആവാൻ പോസിബിലിറ്റി ഇല്ല. സോ ഇത് വിച്ച് ഇസ് നോട്ട് പോസിബിൾ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആൻസർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അടുത്തത് റാങ്ക് ഓഫ് ക്യൂ പി ഈക്വൽ ടു എം. അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ് ടു എം വരെ പോവാം എന്നാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ റാങ്ക് ഓഫ് പി ക്യൂ എന്ന് പറയുന്നതും അപ് ടു എം വരെ പോവാം. സോ ഇത് രണ്ടിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ഓപ്ഷൻ റാങ്ക് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് m+n/2. ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ലാർജർ ദാൻ ഓർ ഈക്വൽ ടു m+n/2. സോ ഹിയർ m+n that is 2m. 2m will be less than, strictly less than m+n ആയിരിക്കും because m is less than n. This implies m is less than m+n/2. So m+n/2 വലുതായിരിക്കും സ്മോളസ്റ്റ് ഇൻറ്റിജർ ലാർജർ ദാൻ ഓർ ഈക്വൽ ടു m+n/2 എന്ന് പറയുന്നത്. സോ m is strictly less than this m+n/2 ആണ്. അപ്പോൾ നമ്മളുടെ റാങ്ക് മാക്സിമം എവിടം വരെ പോവാന്നാ പറഞ്ഞത്? m വരെ പോവാന്നാ പറഞ്ഞത്. ദിസ് വാല്യൂ ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ m ആണ്. സോ ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനും കൂടി വരും. സോ ഇത് എയും ഡിയും ആണ് ശരിയായ ആൻസേഴ്സ്. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്ക് പോവാം. എന്താണ് ലീനിയർ ഇക്വേഷൻസ്? ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള, അതായത് പവർ 1 വരുന്ന ടേംസ് മാത്രം ഉണ്ടാവുന്നതാണ് ലീനിയർ ഇക്വേഷൻ. അതായത് സ്ക്വയർ, ക്യൂബ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ലീനിയർ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് if we are considering this equation, here we have n unknowns, here x1, x2, etc. xn. അതിനൊക്കെ കോഎഫിഷ്യൻസ് a1, a2, etc. an and which is equal to b. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം we know the values of a1, a2, etc. an and b and we have to find x1, x2, etc. xn. അപ്പോൾ ഇങ്ങനെ ഒരു x1, x2, etc. xn, അതായത് ഇങ്ങനെ ഒരു n tuple which that this n tuple satisfies this equation. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് ഈ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതായത് വി ഹാവ് ഹിയർ m ഇക്വേഷൻസ് ഉണ്ട്. ഹിയർ m ഇക്വേഷൻസ് ഉണ്ട്. എവരി വൺ ഈസ് ഇൻ n അൺനോൺസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ
നമ്മളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു n ടപ്പിൾ x1 എക്സെട്ര xനെ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദീസ് m ഇക്വേഷൻ. ഒന്നല്ല, എല്ലാ m ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഒരു x1 എക്സെട്ര xn എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നു. എപ്പോഴും ഇങ്ങനെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. ഓക്കെ, ഒന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന കേസ് ഏതാ? വേരിയബിൾ ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, ഞാൻ ചോദിച്ചത് കണ്ടീഷൻസ് ഓൺ BIs എന്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സീറോ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സീറോ എന്ന് പറയുന്നത് സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. സീറോ സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഈ സീറോ എപ്പോഴും യൂണീക്ക് ആവണമെന്നില്ല. ദാറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ആൻഡ് നമ്പർ ഓഫ് അൺനോൺസ്. ഇനി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അതിന് ഒരു സൊല്യൂഷൻ, അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ, ചിലപ്പോൾ ഒന്നുണ്ടാവാം അല്ലെങ്കിൽ കുറേ സൊല്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ഒരു സൊല്യൂഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നു, അല്ലാത്തതിന് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുന്നു. അടുത്തത് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും. ഇതുപോലെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് ഇവിടെ എല്ലാ BIsഉം സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് എന്ന് പറയുന്നു. അതർവൈസ് വിൽ കോൾ ഇറ്റ് ആസ് നോൺ ഹോമോജീനിയസ്. സോ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി മെട്രിക്സ് ആയിട്ട് അതിനെ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് m ഇക്വേഷൻസും n അൺനോൺസും ഉണ്ടെങ്കിൽ നമുക്കതൊരു m/n മെട്രിക്സിന്റെ ഫോമിൽ എഴുതാം. ദാറ്റ് മീൻസ് ഇതേ ഓർഡറിൽ നമ്മൾ റോസ് എഴുതുന്നു, A11 to A1n എക്സെട്ര AM1 to AMn. we will get an m/n matrix. So this is an x1, x2, etc. xn. We will obtain an n/1 matrix here. And here we have m/1. This is our matrix B1, B2, etc. Bm. Here by multiplying these two we will get m/1 matrix. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ x1, x2, etc. xn എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മെട്രിക്സിന്റെയും ഈ B1, etc. Bmന്റെയും പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അത് എങ്ങനെയൊക്കെ ആയാൽ നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും, യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം ഹോമോജീനിയസ് സിസ്റ്റം നോക്കാം. ഈ AX എന്ന് പറയുന്നത് സീറോ ആവുന്നത്, അതായത് ഈ സീറോ എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണ്. ഇതൊക്കെ m/n മെട്രിക്സും n/1 മെട്രിക്സും ആണ്. സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുക? നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് കാണാൻ അറിയാം. ഇഫ് വി ഹാവ് ദിസ് റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് ഈക്വൽസ് n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്കതിന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതർവൈസ് എപ്പോഴും ഈ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. കാരണം A എന്ന് പറയുന്നത് m/n മെട്രിക്സ് ആണ്. അപ്പോൾ m-നെയും n-നേക്കാളും ചെറുത് മാത്രമേ റാങ്ക് വരുള്ളൂ. സോ റാങ്ക് ഓഫ് A ഈക്വൽ ടു n ഉള്ള കേസും ലെസ് ദാൻ n കേസും കൺസിഡർ ചെയ്യുന്നു. ഇഫ് ലെസ് ദാൻ n ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാകും. ഇതാണ് ഹോമോജീനിയസ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു സിസ്റ്റം കിട്ടിയാൽ നമ്മൾ അതിന്റെ മെട്രിക്സ് കണ്ട് അതിന്റെ റാങ്ക് ഓഫ് A കണ്ട് അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് ഉണ്ടോ, മീൻസ് ഈ കേസിൽ എപ്പോഴും ഉണ്ടാവും, അത് യൂണീക്ക് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ AX ഈക്വൽ ടു B എന്നുള്ള ഫോം വിത്ത് B നോട്ട് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഹിയർ വി ഹാവ് A ആസ് എൻ m/n മെട്രിക്സ് ആൻഡ് നമുക്കൊരു B മെട്രിക്സും കൂടി ഉണ്ട്. B മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു m/1 മെട്രിക്സ് ആണ്. സോ നമ്മൾ ഈ m/n മെട്രിക്സിന്റെ കൂടെ A മെട്രിക്സിന്റെ കൂടെ ഇവിടെ B മെട്രിക്സിന്റെ ആ കോളം കൂടെ അഡ്ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റാങ്ക് കാണുന്നു. ഇൻ കേസ് ഇഫ് റാങ്ക് ഓഫ് AB എന്ന് പറയുന്നതും റാങ്ക് ഓഫ് A എന്നും പറയുന്നതും ഡിഫറെന്റ് ആണെങ്കിൽ, അതായത് ഈ മെട്രിക്സ് മാത്രമായിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നതും ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നു ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, we will get it as no solution. Now next case is if that rank of AB and rank of A are equal. So first case is
sorry, this is capital B. And okay, if first case, if rank of AB and rank of A are equal, and if it is equals number of variables, നേരത്തെയുള്ള കണ്ടീഷൻ പോലെ തന്നെ അത് നമ്പർ ഓഫ് വേരിയബിൾസ് എന്നിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ എന്ന് കിട്ടുന്നു. ഇഫ് ലെസ് ദാൻ എന്നാണെങ്കിലോ അവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്നും കിട്ടുന്നു റാങ്ക് ഓഫ് എ ബി. അപ്പോൾ ഒരു സിസ്റ്റം കിട്ടിയാൽ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അതിൻ്റെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും അനലൈസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ m not equal to 4. അത് മാത്രമേ ഉള്ളൂ, ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സിസ്റ്റം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിനെങ്ങനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുന്നു? മെട്രിക്സ് ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് 1 1 5 1 1 5 1 2 m 1 2 4 xyz equal to 3 5 k. ഇതാണ് നമ്മളുടെ AX equal to B എന്ന് പറയുന്നത്. സോ നമ്മൾ AB എന്നുള്ള മെട്രിക്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഹിയർ കൺസിഡേർഡ് AB എന്നുള്ള മെട്രിക്സ്. ഇനി ഇതിനെയാണ് നമ്മൾ റോ റിഡക്ഷൻ ചെയ്യുന്നത്. ഇതെന്ത് ചെയ്തു വെച്ചാൽ സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോയിലേക്ക് കൺവേർട്ട് ചെയ്തു. So we will obtain this row. Here also third row is changed to third row minus first row. Then നമുക്ക് ഫസ്റ്റത്തെ എലമെന്റ് 1 എന്ന് കിട്ടി, അതിന് താഴെയുള്ളതൊക്കെ 0 ആണെന്ന് കിട്ടി. Now here we are keeping this one and changing this one to 0. അതിനെന്ത് ചെയ്യണം? തേർഡിൽ നിന്നും സെക്കൻഡ് മൈനസ് ചെയ്യുന്നു. So we will obtain this one. Okay. Here if m not equal to 4, then this value will be non-zero value. അങ്ങനെ non-zero value ആണെങ്കിൽ ഈ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് ഇത്രയാണ് വരിക. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും 3 തന്നെയായിരിക്കും. കാരണം ഈ നോൺ സീറോ എ ബിക്കും ബാധകമാണ്. അതായത് 1 2 3 നോൺ സീറോ റോസ് ഉണ്ട് എ ബിക്കും എക്കും. അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ m not equal to 4 എന്നുള്ള കേസിൽ ഇത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അടുത്തത് k ഈക്വൽ ടു 5 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യുന്നു. സോ ഇഫ് k ഈക്വൽ ടു 5, നമുക്ക് ഈ എമ്മിന്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യത്തിൽ ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. k ഈക്വൽ ടു 5 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി 0 കിട്ടി. ഹിയർ നമുക്ക് 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് 2 നോൺ സീറോ റോസ് മാത്രമേ ഉള്ളൂ. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 കിട്ടും. റാങ്ക് ഓഫ് എ ബി എന്തായിരിക്കും? 2 തന്നെയായിരിക്കും, കാരണം ഇത് 0 ആണ്. അതർവൈസ് ഇത് നോൺ സീറോ ആണെന്ന് കരുതുക. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് എന്താണ്? 3 നോൺ സീറോ റോസ് ഉണ്ട്, അപ്പോൾ നമുക്ക് 3 കിട്ടും. റാങ്ക് ഓഫ് എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അഗെയിൻ നമുക്ക് 3 നോൺ സീറോ റോസ് ആണ്, അപ്പോൾ നമുക്ക് 3 തന്നെ കിട്ടും. ആ കേസിലും നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇനി ബാക്കി 2 കേസ് നോക്കാം. m ഈക്വൽ ടു 4 എന്നുള്ള കേസ്. ഇവിടെ m ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് m ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് ഇവിടെ 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു നോൺ സീറോ വരികയാണെങ്കിൽ, അതായത് k നോട്ട് ഈക്വൽ ടു 5 എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോൺ സീറോ എലമെന്റ് കിട്ടും. അങ്ങനെ ഒരു എലമെന്റ് കിട്ടിയ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് 2 റോസ് മാത്രമേ ഉള്ളൂ. അത് റാങ്ക് ഓഫ് എ 2 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് നമുക്ക് 1 2 ദിസ് ഈസ് ആൾസോ എ നോൺ സീറോ റോ ബിക്കോസ് ദിസ് ഈസ് എ നോൺ സീറോ എലമെന്റ്. ഇവിടെ 3 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ m ഈക്വൽ ടു 4 എന്നുള്ള കേസ് നമുക്ക് പറ്റില്ല. അതുപോലെ k നോട്ട് ഈക്വൽ ടു 5 എന്നുള്ള കേസ്. k നോട്ട് ഈക്വൽ ടു k not equal to 5, what we will obtain? Here it is a non-zero element എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് അതുപോലെ 0 ആണ് കിട്ടുന്നതെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2ഉം റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് 3ഉം കിട്ടും. ആ കേസിൽ നമുക്കിത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ എ ആൻഡ് ബി ആർ ദ ആൻസർ. ഓക്കെ, ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ.
ഇതിൽ ഏതൊക്കെ ആൻസർ? എ ബി. ഐ തിങ്ക് എ ആൻഡ് ബി തോന്നുന്നു. നമുക്ക് നോക്കാം. എനിവേ നമുക്ക് ഓക്കെ, നേരത്തെ എഴുതിയ പോലെ തന്നെ എ ബി എന്നുള്ള മെട്രിക്സ്, ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുകയാണ്. ഇവിടെയുള്ള കോയിഫിഷ്യന്റ് 1 1 1, അടുത്തത് 1 ബീറ്റ 1, നെക്സ്റ്റ് 1 1 ആൽഫ. ബി മെട്രിക്സ് എന്ന് പറയുന്നത് ആൽഫ ഗാമ ബീറ്റ. ഇതിനെ റെഡ്യൂസ് ചെയ്ത് ഈ ഫോമിലേക്ക് ആക്കി. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ആൽഫ ഈക്വൽ ടു 1 തന്നിരിക്കുന്നത് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ എന്നാണ്. സോ എ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ആൽഫ ഈക്വൽ ടു 1 ദെൻ ഗാമ ഈക്വൽ ടു 1 ആണ്. ഇഫ് ആൽഫ ഈക്വൽ ടു 1 നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 0 കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള കേസാണ് ഇപ്പൊ വരിക. 3 എന്തായാലും വരില്ല. സോ ഇവിടെ 0 കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതും 0 എന്ന് കിട്ടണം. ദാറ്റ് മീൻസ് ബീറ്റ മൈനസ് ആൽഫ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു ആൽഫ. And we know that alpha equal to 1. That is, it is equal to 1. Beta equal to 1. So we will obtain beta equal to 1. So this element will also be 0. So നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്നതിന് റാങ്ക് 1 മാത്രമേ ഉള്ളൂ. ഇത്രപോലെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ 0, ഇവിടെ 0. സോ ഓൺലി 1 നോൺ 0. സോ നമുക്ക് റാങ്ക് 1 എന്ന് കിട്ടി. റാങ്ക് എൻ്റെത് 1 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും 1 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഗാമ മൈനസ് ആൽഫ എന്നുള്ളത് 0 ആവണം. കാരണം കൺസിസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി. സോ ഗാമ ഈക്വൽ ടു ആൽഫ ആയിരിക്കണം. ദറ്റ് ഈസ് ഗാമ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 1. ആൽഫ ഈക്വൽ ടു 1. സോ നമ്മളുടെ കണ്ടീഷൻ ഇഫ് ആൽഫ ഈക്വൽ ടു 1 ആയിരിക്കണമെങ്കിൽ ഗാമ ആൽഫയും ആയിരിക്കണം. ദറ്റ് ഗാമ ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എയും ബിയും ആണ് കേസായിട്ട് വരുന്നത്. പിന്നെ സിയും ഡിയും വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോ എന്താണ് ആൻസർ? കെയുടെ വാല്യൂ എന്തായിരിക്കും? 7. ഓക്കെ, 7 തന്നെ. ഓക്കെ, ഇതും വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സൊല്യൂഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെയ്ക്ക് എന്ത് വാല്യൂ വരുന്നത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ നമ്മൾ ആദ്യം മെട്രിക്സ് ആയിട്ട് എഴുതുകയാണ്. മെട്രിക്സ് ആയി എഴുതി അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. സോ ഐ തിങ്ക് ഇത് ഈസി കാൽക്കുലേഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. സോ വാട്ട് വി ഒബ്റ്റെയിൻ, ഫൈനൽ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഫോം ഇതാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഓഫ് എ എന്നും റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കണം. ഇവിടെ റാങ്ക് ഓഫ് എ ബി ഇവിടെ -1 ആണുള്ളത്, നോൺ 0 എലമെന്റ് ആണുള്ളത്. ഇപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 എലമെന്റ് കിട്ടും. സോ വാട്ട് വിൽ ബി റാങ്ക് ഓഫ് എ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ വാട്ട് വിൽ ബി റാങ്ക് ഓഫ് എ ബി? ഹിയർ 1 2. ദിസ് ഈസ് ആൾസോ എ നോൺ 0 റോ. സോ റാങ്ക് ഓഫ് എ ബി വിൽ ബി 3. So rank of A and rank of AB are different. In that case, we will have no solution. So possibility is K equal to 7. Okay. Answer is 7. Yeah, ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആക്ച്വലി. എൻ്റെ പേര് അമൃത. ഞാൻ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലാണ് പഠിക്കുന്നത്. 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ ടോപ്പിക്കൊക്കെ ശരിക്കും നന്നായിട്ട് മനസ്സിലായി. നല്ല ഓർഡറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം മെട്രിക്സിനെ പറ്റി പറഞ്ഞു, പിന്നെ സ്ക്വയർ മെട്രിക്സ്, പിന്നെ അതിനുശേഷം ഡിറ്റർമിനന്റ്, റാങ്ക്. അപ്പൊ ആ ഒരു ഓർഡറിൽ പോയപ്പോൾ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ പ്രോബ്ലംസും അതെ അത്ര ഭയങ്കര സിമ്പിൾ അല്ലെങ്കിൽ ഭയങ്കര ടഫ് എന്നുള്ള രീതിയിലായിരുന്നില്ല, ഒരു മീഡിയം ലെവൽ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പം അതും അതെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. താങ്ക് യു മാം ഇങ്ങനെ ക്ലാസ് വെച്ച് തന്നതിന്. ഇനി ഇതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ ലീനിയർ ആൾജിബ്രയില്, ബാക്കി ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഉള്ള ഐഗൺ വാല്യൂ. അപ്പൊ ആ ടോപ്പിക്സിന്റെ ഒക്കെ ക്ലാസ് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം. ഞാൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ്. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു ഓർഡറിൽ പോയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. നല്ല ഇഫക്റ്റീവ് ആയിട്ട് വേറെ ടോപ്പിക്സ് ക്ലാസ് പഠിപ്പിക്കുന്നു. താങ്ക് യു സർ. എന്റെ ക്ലാസ് അറിയാം. ഹലോ കേൾക്കാവോ?
Yes, പറഞ്ഞോ. മാം, ഞാൻ ജോയിജാണ് എൻ്റെ പേര്. CMS കോളേജ് കോട്ടയത്താണ് പഠിക്കുന്നത്. തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. മാമിൻ്റെ ക്ലാസ് ഞാൻ പകുതിക്ക് വെച്ചാൽ കയറി, എന്നാലും നല്ല മനസ്സിലാവുകയും ചെയ്തു. പ്രോബ്ലംസ് ഒക്കെ നല്ല സിമ്പിൾ എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ഈ റോയ്ക്ലോൺ ഫോമിലേക്ക് മാറ്റുമല്ലോ, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ റാങ്ക് കാണുന്നത് എങ്ങനെയാണ്? പിന്നെ റോയ്ക്ലോൺ ഫോമിൽ വന്നിട്ട് പിന്നെ റാങ്ക് കാണുന്നത് എങ്ങനെയാണ്? റോയ്ക്ലോൺ ഫോമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണെന്ന് നോക്കിയാൽ മതി, അതായിരിക്കും അതിന്റെ റാങ്ക്. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറിനും. ഇനിയും ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു ജോജി. ജോജി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു കേട്ടോ ജോജി. ജോജി CMS കോളേജ് കോട്ടയം. ബാക്കിയുള്ള ആൾക്കാരും ഇതേപോലെ നിങ്ങളൊന്ന് സംസാരിച്ചൊക്കെ ശീലിക്കുക. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് സംസാരിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജസ്റ്റ് ഒരു ചേച്ചിയാണ്. മാം, എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോതമംഗലത്ത് മാർ തെനേഷ്യസ് കോളേജിലാണ് പഠിക്കുന്നത്. മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങളിത് ഫസ്റ്റ് സെമിസ്റ്ററിൽ കവർ ചെയ്ത പോർഷൻസ് ആയിരുന്നു. അപ്പോൾ ഫുൾ ടച്ച് വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് സാറ് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. പിന്നെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ കുറെ ആ ട്രയാങ്കുലർ മെട്രിക്സിന്റെ കേസിലെ ഡിറ്റർമിനന്റ് കാണുന്നതൊക്കെ ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു എലിസബത്ത്. കുറെ പേരുണ്ടല്ലോ. ലക്ഷ്മി. ഹലോ, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കോതമംഗലം മാർ തെനേഷ്യസ് കോളേജിലാണ് പഠിക്കുന്നത്. തേർഡ് ഇയർ സ്റ്റുഡൻറ് തന്നെയാണ്. മാമിൻ്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ പണ്ട് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ള വാക്കിന്റെ ശരിക്കും അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് ഗൂഗിൾ തന്നിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് മാമിന്റെ ക്ലാസ് നിന്ന് എനിക്കത് കിട്ടി. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. അത് എല്ലാ നന്നായിട്ട് തന്നെ മാം എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയി. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതായിരുന്നു. അത് ആ കറക്റ്റ് ആയിട്ട് ആ ഡെഫിനേഷൻ എനിക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയത് എന്താണുള്ളത്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സാർ. അത് ക്ലാസ് അറേഞ്ച് ചെയ്തതല്ലേ. താങ്ക് യു സർ. താങ്ക് യു ലക്ഷ്മി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സീനിയർ ചേച്ചി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കട്ടെ ഹർഷേത്. ഹർഷൻ നിങ്ങളെ പോലെ ഒരു എന്താ പറയുക ഒരു നാട്ടിൻപുറത്തെ കോളേജിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. മാം, ഞാൻ സിന്ധു SLM കോളേജ് മാലിങ്കരയിലാണ് പഠിച്ചത്. എൻ്റെ ഫൈനൽ ഇയർ കഴിഞ്ഞു. PGക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാം, മാം ഇപ്പോൾ കുറേ NDHM കിട്ടി, അതുപോലെ തന്നെ എന്താണ് ഗേറ്റ് കിട്ടി. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ MSc ടൈമിൽ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അധികമായിട്ട് ഇങ്ങനെ കോച്ചിങ് ക്ലാസ് അങ്ങനെയൊന്നും ആ ടൈമിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സാർക്ക് ഓർഗനൈസ് ചെയ്യുന്ന അങ്ങനെ ഒരു ക്ലാസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് കുറച്ചൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ PhD സ്കോളേഴ്സ് അവിടെ ഉണ്ടാവും. ഇതുപോലെ നല്ല റാങ്കൊക്കെ കിട്ടി. അവരൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു 4 മാസത്തോളം കോച്ചിങ്ങിന് പോവുകയും ചെയ്തു. അവിടെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പിന്നെ പണ്ടത്തെ കാലം ഇപ്പം ഏറ്റവും ഉള്ള കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിന്റെ. അപ്പൊ അതൊക്കെ ചെയ്യുക. പിന്നെ ഒരുപാട് ക്ലാസ് സാറ് തന്നെ പലയിടത്തുനിന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, അപ്പൊ അതെല്ലാം അറ്റൻഡ് ചെയ്യുക, ഒരുപാട് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. ആദ്യം ഞാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടൂല എന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്യുക വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് ആ ഒരു ട്രാക്കിലേക്ക് എത്തണം. വെറുതെ തിയറി പഠിക്കാതെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ മാം, താങ്ക് യു സോ Okay, thank you സിന്ധു. ദിവ്യ, വൈഷ്ണവി, കുറെ പേരുണ്ടല്ലോ. ശാലിനി, നിഷ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഹലോ മാം, ഞാൻ ശ്രീദിവ്യ. ഞാൻ TMG കോളേജിൽ നിന്നാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ ടൈമിലാണ് കയറിയത്. അപ്പം അതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. Okay, thank you ശ്രീദിവ്യ.
മാം, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ തേർഡ് ഇയറിലാണ്. ഞാൻ ഇതൊരു മെട്രിക്സ് ആ ഒരു പോർഷൻ തുടങ്ങാനിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക്സ് എല്ലാം പറഞ്ഞുകൊണ്ടുകൂടിയാണ് മാം തുടങ്ങിയത്. എനിക്ക് നല്ലോണം അത് ക്ലിയർ ആവുകയും ചെയ്തു. ഫർദർ ഇനി അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്തു. ഒരു ആദ്യം തന്നെ ഒരു ഇത് കിട്ടിയപ്പോഴേക്കും അത് ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു വൈഷ്ണവി. താങ്ക് യു വൈഷ്ണവി. വൈഷ്ണവി സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയാണ്. കണ്ണൂർ ഭാഗത്ത് നിന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ. ആർക്കെങ്കിലൊക്കെ ഹർഷയുടെ നാടും കണ്ണൂരാണ്. അപ്പം ഹലോ മാം. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എൻ്റെ പേര് അശ്വതി. ഞാൻ കാസർഗോഡിലായിരുന്നു തേർഡ് ഇയർ പഠിക്കുന്നത്. ഞങ്ങൾക്ക് റാങ്ക് മെട്രിക്സ് എടുത്തിട്ടില്ല. മെട്രിക്സ് ഇതുവരെ സിലബസിൽ വന്നിട്ടില്ല മെട്രിക്സ്. അപ്പോൾ ഗ്രൂപ്പിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്ക് ഇതുവരെ തിരിഞ്ഞിട്ടുണ്ടായില്ല. ഇതിൽ മനസ്സിലായി. താങ്ക് യു മാം അതെടുത്തതിന്. അശ്വതി എവിടെ പഠിക്കുന്നത്? കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. ഓക്കെ. വന്നപ്പോ ശരിക്കും ആ കണ്ണൂർ സ്ലാങ് വന്നു, തിരിഞ്ഞിട്ടില്ല. വേറെ ഉണ്ടല്ലോ കുറച്ച് കോളേജ്. മീൻസ് അനുഗ്രഹ അറിയാനൊക്കെ സംസാരിക്കാം. വേറെ പല ഭാഗത്തുള്ള കുട്ടികളുണ്ട്. നമുക്ക് കുറെ പേരൊക്കെ ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ നെറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലർക്കും പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടികളായതുകൊണ്ട് പല സമയത്ത് പരീക്ഷകളും ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ. ഹിബ, നമ്മളാരും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതനുസരിച്ച്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗായത്രി, ധർമ്മഗിരി കോളേജാണ്. അന്മേരി ജോഷി, അഞ്ജന കെ. ഓക്കെ. ഞാൻ ഹിബ മുഹമ്മദ് ഫ്രം PSM കോളേജ് തിരുവനങ്ങാട്. മിസ്സിന്റെ ക്ലാസ് വളരെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ പഠിച്ച ഭാഗം ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ പറ്റി. എല്ലാം മിസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു മിസ്. താങ്ക് യു ഹിബ. താങ്ക് യു ഹിബ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മള് ഓക്കെ, ടൈം ഓഫ് പ്രൈസ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. അതർവൈസ് നമുക്ക് ചോദിക്കുന്നില്ല. ഓക്കെ, ഹർഷ, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം നമ്മുടെ കൂടെ ഇങ്ങനെ വന്ന് ഈ പരിപാടി, ഈ ഒരു ക്ലാസ് ചെയ്തതാണ്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ച് പ്രോബ്ലംസും കൂടി വരുന്ന ഒരു സെഷനും കൂടി നിങ്ങൾക്ക് ഓക്കെ, PhDയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ നോക്കൂ, പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്കൊരു സെഷൻ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ PhDയുടെ കോഴ്സ് വർക്കും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, പോയിട്ടില്ല. ഇതുവരെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഡിസംബറില് അടുത്ത സെമ്മോട്ട് ഫുൾ ഓഫ്ലൈൻ ആവുന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ആലോചിക്കൂ. പറ്റുകയാണെങ്കിൽ അത് മാത്രമല്ല, ഇതേപോലെ നീയിപ്പോൾ അവിടെ പോയിട്ട് IIT തിരുപ്പതി പോയിട്ട് കുറെ പേരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ആരെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ നമ്മളെ പരിപാടികളൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയൂ. നമ്മൾ പരിചയപ്പെടുത്തി തന്നാൽ ഞാൻ അവരൊക്കെ വിളിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആഴ്ചയും ഓരോ പുതിയ ആൾക്കാരെ സംഘടിപ്പിച്ച് കൊണ്ടിരുന്നത്. എല്ലാവരും എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിട്ടല്ല, ഇതേമാതിരി ഓരോ ആൾക്കാര് ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരെ സംഘടിപ്പിക്കുന്നത്. ഈ ഞായറാഴ്ച നമ്മൾ IIT മദ്രാസിലുള്ള ഒരു എളഞ്ചറിന്റെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ ഇങ്ങനെയാകുന്ന സമയത്ത് കുട്ടികൾക്ക് നേരിട്ട് കുറെ ആൾക്കാരായിട്ട് കാണാനും, അവരെ കുറെ ഭയങ്കര അച്ചീവ് ചെയ്ത ആൾക്കാരായിട്ട് കാണാനും, അവരായിട്ട് നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്താ പറയാ, വെറും ഒരു ക്ലാസ് കേൾക്കുക എന്ന് മാത്രമല്ല, ശരിക്കും അതിനൊരു മോട്ടിവേഷണൽ എഫക്റ്റ് കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും വർഷ, ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. റിസർച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഡോക്ടർ ഹർഷയായിട്ട് പെട്ടെന്ന് തന്നെ വരട്ടെ. എന്നാൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു സർ.
താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സർ.